Good afternoon. Good afternoon, ma'am. കുറച്ച് ദിവസമായില്ലേ നമ്മളെ കണ്ടിട്ട്? ക്ലാസ് ഉണ്ടായിരുന്നില്ലല്ലേ തിങ്കളാഴ്ചയൊന്നും? ഓക്കെ, കുറച്ച് നാളായല്ലേ കണ്ടിട്ട്. ഓക്കെ, സുഖാണ് എല്ലാവർക്കും? സുഖല്ലേ മാം? നമുക്ക് ഈ മഴക്കാലത്തിന്റെ അസുഖങ്ങളുണ്ട്. പിള്ളേര് സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നു, അത് ഇവിടെ കിട്ടി, നമുക്ക് കിട്ടിപ്പോ. ഒരാളുടെ കഴിയുമ്പോഴേക്കും അടുത്ത ആളുടെ. ആയിരിക്കും അല്ലെ? പനിയാണോ? അതെ മാം, മോൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടി, അത് പിന്നെ മോന് കിട്ടി. അങ്ങനെ ഞങ്ങൾക്ക് രണ്ടാൾക്കും വന്നു. അതൊരു റൗണ്ട് കഴിയുമ്പോഴേക്കും മോൻ അടുത്തത് അംഗനവാടിയിൽ നിന്ന് വീണ്ടും കൊണ്ടുവന്നു. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. അതെ, എനിക്കും വളരെ ബുദ്ധിമുട്ടാണ്. തൊണ്ടയൊക്കെ സുഖമില്ല, ചുമയും കാര്യങ്ങളൊക്കെ ആയിട്ട് ക്ലാസ്സിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ്. കണക്കിനാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കയറിയത്. നമ്മൾ പറയുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ട്, പറയാൻ പറ്റുന്നില്ല, ചുമ വരുന്നു, അങ്ങനെ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പൊ. എല്ലാവർക്കും ഇങ്ങനെ പനി കിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഒരാൾക്ക് വീട്ടിലൊരാൾക്ക് വന്നാൽ അത് എല്ലാവർക്കും റൊട്ടേറ്റ് ആയിക്കോളും. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോ കുഞ്ഞുങ്ങളെയൊക്കെ സൂക്ഷിക്കാട്ടോ. പനി എന്തെങ്കിലുമൊക്കെ വിടണ്ട. സ്കൂളിൽ നിന്നൊക്കെ പലർക്കും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പനിയും മാത്രമല്ല, വയറിളക്കം, ഛർദി വരുന്നുണ്ട്. അപ്പോ പനിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മരുന്ന് കൊടുത്ത് വെച്ചോണ്ടിരിക്കരുത്, ഡോക്ടറെ തന്നെ കാണിക്കണം കേട്ടോ. വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോ, പനിയൊന്നും വിട്ട് മാറുന്നില്ല. അങ്ങനെ ഡോക്ടറെ കാണിച്ചായിരുന്നോ ശ്രീലക്ഷ്മി? കാണിച്ചിരുന്നു മാം, മോനെ കാണിച്ചിരുന്നു. മോൾക്ക് പിന്നെ പാരസിറ്റാമോളിന്റെ സിറപ്പ് കൊടുത്തപ്പോ അങ്ങനെ മാറി. പക്ഷെ മോന് കുറച്ച് കഫക്കെട്ട് അങ്ങനെയൊക്കെ വന്നായിരുന്നു, അപ്പൊ ആന്റിബയോട്ടിക് വേണ്ടി വന്നു. ഓക്കെ, ആരായിരുന്നു പ്രയർ? പ്രയർ ആരാ? സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. ആരാ പറയാ? പ്രയർ ഞാനാണ്. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. വിദ്യയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും സദാ ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നെക്സ്റ്റ് ആരാ? സൈൻ ഇൻ. സൈൻ ഇൻ ആരാ? ആരെങ്കിലും ഒരാൾ പറയൂ. മിസ്സേ, പറയാം മിസ്സേ. എനിക്ക് പ്രിപ്പയർ ആയിട്ടില്ല. മോൾക്ക് ഇപ്പോ യൂത്ത് ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുന്നോണ്ട് മോൾക്ക് വേണ്ടിയിട്ട് ചില കവിതകൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു 4 വരി ചൊല്ലാം. ഒരു സംസ്കൃതം കവിത ചൊല്ലാം. ശ്രീനാരായണ ഗുരുവിന്റെ ദേവി പ്രണാമ ദേവേഷ്ടകം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിതയെന്നുള്ള 4 വരിയാണ്. പാദഭക്തജനപാലനാധിക പരായണ ഭവഭയാപഹ പൂതമാനസ പുരാണ പൂരുഷ പുരന്ദരാദിപുരു പൂജിത സാധു സാധിത സരസ്വതി സകല സമ്പ്രദായ സമുദാഹൃത ലോല ലോല ഗമനീയ ലോചന കലാ കലാപ കലിതാവതാം.
താങ്ക് യു മാം. തോട്ടാരാ? തോട്ട് ഞാൻ പറയാമേ. Keep your face to the sunshine and you cannot see a shadow. Helen Keller. സെമിനാർ സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലേ? ഫസ്റ്റ് ഗ്രൂപ്പ് ആരാ? ഫസ്റ്റ് ഗ്രൂപ്പിൽ 5 പേരാണ് പറഞ്ഞത് മാം. അത് നിത്യ, അഞ്ജു, പമിത, നീതു, പിന്നെ ഞാന്. അതില് നിത്യയുടെ ഗ്രാൻഡ് മദർ എന്തോ മരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ക്ലാസ്സിൽ കയറിയിട്ടില്ല. നിത്യയാണ് ഇൻട്രൊഡക്ഷൻ പറയേണ്ടത്. അപ്പൊ ഞാൻ പകരം ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് പറയാം. നമുക്ക് സെമിനാർ തന്നിട്ടുണ്ടായിരുന്നത് മാൻ ആൻഡ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടാണ്. അപ്പൊ എല്ലാവർക്കും അറിയാം, ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വളരെ റിലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മാൻ ആൻഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഈ മാധവ് ഗാഡ്ഗിലിന്റെ റിപ്പോർട്ടിലൊക്കെ പറയുന്നത് പോലെ വെസ്റ്റേൺ ഘട്ട്സ് അല്ലെങ്കിൽ പശ്ചിമഘട്ടം തന്നെ തകരാനുള്ള പ്രധാനപ്പെട്ട കാരണം മനുഷ്യന്റെ ഇടപെടലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ റിപ്പോർട്ട് തുടങ്ങുന്നത് തന്നെ. ഇപ്പൊ കഴിഞ്ഞൊരു വർഷക്കാലം, ഈ ഒരു വർഷക്കാലം വരുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞൊരു വർഷക്കാലം ഓർക്കണം. അതിൽ നമ്മൾ വയനാട്ടിലെ പെട്ടിമുടി, പുത്തുമല, കവളപ്പാറ, കൂട്ടിക്കല് ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ചൂരൽമലയിലെ ഉരുൾപൊട്ടിയിട്ട് അനവധി ജീവനുകൾ നഷ്ടപ്പെട്ടതും നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ ഒരു പരിധി വരെ നമ്മൾ ഈ എൻവയോൺമെന്റും മാനും തമ്മിലുള്ള റിലേഷൻ നല്ലതല്ലാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ്. വിഭവങ്ങളെ അമിതമായിട്ടുള്ള രീതിയിലും തെറ്റായിട്ടുള്ള രീതിയിലും മനുഷ്യൻ ചൂഷണം ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഇത്തരം പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മള് വിഭവങ്ങള് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുക, അത് ഭാവി തലമുറയ്ക്ക് കൂടിയിട്ട് സൂക്ഷിച്ചു വെക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാം, എന്തൊക്കെയാണ് വിവിധ തരത്തിലുള്ള റിസോഴ്സസ്, അതിനെ എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്യാം എന്നൊക്കെ ഉള്ളതാണ് ഈ ഒരു ടോപ്പിക്കിൽ കവർ ചെയ്ത് വരുന്നത്. പിന്നെ അതിന്റെ ഒരു റിസോഴ്സ് എന്താന്നുള്ളത് പറയേണ്ടത് പമിതയാണ്. അപ്പോ ഞാൻ പമിതേനെ ഇൻവൈറ്റ് ചെയ്യണം. Hello everyone, my name is Pamita. My topic is man and environment. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ ട്ടോ. മനുഷ്യനും പ്രകൃതിയും അല്ലെങ്കിൽ ചുറ്റുപാടിനും തമ്മിൽ എന്ത് തുടർച്ചയാണ് ഉള്ളത് എന്നാണ് ഈ ടോപ്പിക്കിൽ പറയുന്നത്. A resource has been defined as any means of attaining given ends or a source of supply or support generally held in reserve. Natural resources include the total natural environment, that is the entire surface layer of earth. So the natural resources are the components of atmosphere, hydrosphere and lithosphere. Based on the affluence and availability, natural resources are divided into 2 sections. They are renewable and non-renewable resources. ഇത് എന്താന്ന് വെച്ചാൽ, ആദ്യകാലത്തെ മനുഷ്യന്മാര് തമ്മിൽ നല്ലൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. അന്ന് കാലത്ത് സമ്പത്തുകൾ കാര്യമായി കൈകാര്യം ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. അന്ന് ആദ്യകാലത്ത് ഭൂമിയിലെ എല്ലാ സമ്പത്തുകളും പ്രകൃതിദത്തമായിരുന്നു. അന്ന് കാലത്ത് ഓക്സിജൻ വായു അല്ലെങ്കിൽ കാറ്റിന് നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നു. കഴിക്കുന്ന ആഹാരത്തിന് നല്ലൊരു ലിത്തോസ്ഫിയർ ഉണ്ടായിരുന്നു. കുടിക്കുന്ന വെള്ളത്തിനാവട്ടെ നല്ലൊരു സൂര്യപ്രകാശം, എന്താ പറയുക, നല്ല കാറ്റ്, ഹൈഡ്രോസ്ഫിയർ ഉണ്ടായിരുന്നു. ഈ പ്രകൃതി വിഭവങ്ങളെ 2ആയി തരംതിരിച്ചിട്ടുണ്ട്. 1 പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവ, 2 പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവ. There are renewable resources and non-renewable resources. ഇതിനെ കുറിച്ച് പറയുന്നതിന് എക്സ്പ്ലനേഷൻ ചെയ്യാൻ അഞ്ജു പറയുന്നതായിരിക്കും. ഞാനാണ് റിന്യൂവബിൾ റിസോഴ്സസ് ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സിനെ കുറിച്ച് പറയുന്നത്. അതായത് natural resources are divided into 2 sections. They are renewable resources and non-renewable resources. അതിൽ റിന്യൂവബിൾ റിസോഴ്സസ് വെച്ചാൽ പുനരുപയോഗിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ. റിന്യൂവബിൾ റിസോഴ്സസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, renewable resources are natural resources are regenerated over time and are not depleted when used responsibly. They are sustainable and environmentally friendly resources of energy and materials.
അതായത് പുനരുപയോഗിക്കാവുന്ന വിഭവങ്ങൾ എന്നാൽ കാലക്രമേണ പുനരുപയോഗിക്കാനോ പുനർജീവിപ്പിക്കാനോ കഴിയുന്ന വിഭവങ്ങൾ. ഉത്തരവാദിത്തോടെ ഉപയോഗിക്കുമ്പോൾ അവ കുറയുന്നില്ല. ഇവ സുസ്ഥിരവും പരിസ്ഥിതി സൗഹാർദ്ദവുമാണ്. എക്സാമ്പിൾ ഓഫ് റിന്യൂവബിൾ റിസോഴ്സസ്: സോളാർ എനർജി, വിൻഡ് എനർജി, ഹൈഡ്രോ പവർ, ബയോമാസ്, പിന്നെ ജിയോ തെർമൽ എനർജി. അതായത് സോളാർ എനർജി പറയുമ്പോൾ കംസ് ഫ്രം സൺ, യൂസ്ഡ് ഫോർ ഇലക്ട്രിസിറ്റി ആൻഡ് ഹീറ്റിംഗ്. വിൻഡ് എനർജി പറയുമ്പോൾ ജനറേറ്റഡ് ബൈ വിൻഡ്, യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി. ഹൈഡ്രോ പവർ പറയുമ്പോൾ വാട്ടർ എനർജി ഫ്രം ഫ്ലോയിങ് ഓർ ഫാളിങ് വാട്ടർ, അതായത് ലൈക്ക് റിവർ ഓർ ഡാം, യൂസ്ഡ് ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി. കൂടുതലും ഇലക്ട്രിസിറ്റിക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ബയോമാസ്, ഓർഗാനിക് മെറ്റീരിയൽസ്, അതായത് പ്ലാന്റ്സ്, വുഡ് വേസ്റ്റ്, അതൊക്കെ അതിൽ പെടും, യൂസ്ഡ് ഫോർ ഇലക്ട്രിസിറ്റി ഓർ കെമിക്കൽസ്. പിന്നെ ജിയോ തെർമൽ എനർജി പറയുമ്പോൾ ഹീറ്റ് ഫ്രം ഇൻസൈഡ് ദ എർത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്നത്, യൂസ്ഡ് ഫോർ ഇലക്ട്രിസിറ്റി ആൻഡ് ഹീറ്റിംഗ്. പിന്നെ കീ ഫീച്ചേഴ്സ് ഓഫ് റിന്യൂവബിൾ റിസോഴ്സസ് പറയുമ്പോൾ നാച്ചുറലി റീപ്ലനിഷ്ഡ് ഓവർ ടൈം, സസ്റ്റൈനബിൾ ഫോർ ലോങ് ടേം യൂസ്ഡ്, എൻവയറമെന്റലി ഫ്രണ്ട്ലി, ലോ പൊല്യൂഷൻ, റെഡ്യൂസ് ഡിപ്പെൻഡ്സ് ഓൺ ഫോസിൽ ഫ്യൂവൽസ്. അതായത് കാലക്രമേണ അത് നികത്തപ്പെടും. അതേപോലെ തന്നെ ദീർഘകാല ഉപയോഗത്തിന് പറ്റും. അതേപോലെ തന്നെ പരിസ്ഥിതി സൗഹാർദ്ദമാണ്. അതേപോലെ തന്നെ കുറഞ്ഞ മലിനീകരണം, ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയും. അതൊക്കെയാണ് റിന്യൂവബിൾ റിസോഴ്സസിന്റെ കീ ഫീച്ചേഴ്സ്. ഇനി നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എന്താന്ന് നോക്കാം. നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ആർ നാച്ചുറലി റിസോഴ്സസ് ദാറ്റ് cannot be replaced within a human lifetime. Once they are used up, they take millions of years of from and the available in limited quantities. അതായത് ഒരിക്കൽ ഉപയോഗിച്ച് തീർന്നു പോയാൽ അവയെ സ്ഥാപിക്കാൻ കഴിയില്ല. അവ രൂപപ്പെടാൻ ദശലക്ഷക്കണക്കിന് വർഷങ്ങളെടുക്കും. പരിമിതമായ അളവിൽ മാത്രം ലഭ്യമാവുകയുള്ളൂ. അതിന് ഉദാഹരണങ്ങളാണ് ഫോസിൽ ഫ്യൂവൽസ്, മിനറൽസ് ആൻഡ് മെറ്റൽസ്, ന്യൂക്ലിയർ ഫ്യൂവൽസ്. അതായത് ഫോസിൽ ഫോസിൽ ഫ്യൂവൽസ് പറയുമ്പോൾ അതിൽ കോള്, പെട്രോളിയം, ഓയിൽ, നാച്ചുറൽ ഗ്യാസ് ഒക്കെ പെടും. മിനറൽസ് പറയുമ്പോൾ അതിൽ അയൺ, കോപ്പർ, ബോക്സൈറ്റ്, ഗോൾഡ്, സിൽവർ അതൊക്കെ പെടും. ന്യൂക്ലിയർ ഫ്യൂവൽസ് പറയുമ്പോൾ അതിൽ യുറേനിയം, പ്ലൂട്ടോണിയം ഒക്കെ പെടും. ഇനി വൈ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ആർ കൺസേൺ, അതായത് പിന്നെ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ആശങ്കാകുലമാവുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. അതായത് ലിമിറ്റഡ് സപ്ലൈ, വൺസ് യൂസ്ഡ് ദേ ആർ ഗോൺ ഫോർ എവർ. പിന്നെ എൻവയറമെന്റൽ ഇമ്പാക്ട്, ദേ എക്സ്ട്രാക്ട് ആൻഡ് യൂസ്ഡ് ക്യാൻ കോസ് പൊല്യൂഷൻ ആൻഡ് ക്ലൈമറ്റ് എക്സ്ചേഞ്ച്. പിന്നെ റൈസ് കോസ്റ്റ്, ആസ് സപ്ലൈസ് അതിന്റെ കോസ്റ്റ് വലുതാണ്, നല്ല കോസ്റ്റ് ആണ്, പ്രൈസ് ഗോ അപ്പ്. പിന്നെ എന്താ, ഒരു മിനിറ്റ് മാം, അത്രേ ഉള്ളൂ. മിസ് മ്യൂട്ടാണ്, കേൾക്കണില്ല. നെക്സ്റ്റ് ടോപ്പിക് അഞ്ജുവിന്റെ കഴിഞ്ഞിട്ട് ആരാ? നെക്സ്റ്റ് ടോപ്പിക് ഹ്യൂമൻ ഇന്ററാക്ഷൻ വിത്ത് ദ റിസോഴ്സസിൽ. അതിൽ പ്രധാനമായിട്ട് നമ്മൾ സസ്റ്റൈനബിൾ മാനേജ്മെന്റ് എന്നുള്ളത് എന്താണെന്നാണ് പറയണത്. അപ്പൊ ആദ്യം നമുക്ക് എന്താണ് സസ്റ്റൈനബിലിറ്റി എന്നുള്ളൊരു വാക്കിന്റെ അർത്ഥം, അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അർത്ഥാക്കുന്നത് ഒന്നേ ഉള്ളൂ, നമ്മളിപ്പോഴുള്ള ഈ തലമുറ വിഭവങ്ങൾ ഉപയോഗിക്കണ്ടെന്നല്ല പറയുന്നത്. പക്ഷെ അത് വരും തലമുറയ്ക്കുള്ള വിഭവങ്ങള് അവർക്കൊരു സാക്രിഫൈസ് വരുത്തുന്ന രീതിയിൽ നമ്മൾ വിഭവങ്ങളെ ചൂഷണം ചെയ്ത് ഉപയോഗിച്ച് തീർക്കരുത്.
പരിമിതമായ അളവിൽ ഉപയോഗിക്കുക, ഭാവി തലമുറയ്ക്ക് കൂടി ഉപയോഗിക്കുന്ന രീതിയിൽ അത് ബാക്കി വെക്കാൻ ശ്രദ്ധിക്കുക, ഒരു ശ്രദ്ധ പുലർത്തുക. അതിനെയാണ് നമ്മൾ സസ്റ്റൈനബിലിറ്റി എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് റിന്യൂവബിളും നോൺ റിന്യൂവബിളും എന്ന് നമ്മൾ വ്യക്തമായിട്ട് കണ്ടു കഴിഞ്ഞു. റിന്യൂവബിൾ എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ തന്നെ ഉണ്ടാവുന്നത്, ഉപയോഗിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല, പിന്നെയും അത് ഉണ്ടായിക്കോളും. ഇപ്പൊ വെള്ളമാണെങ്കിലും വായു ആണെങ്കിലും അല്ലെങ്കിൽ അതുപോലുള്ള സോളാർ, ഇപ്പൊ സൺലൈറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ പ്രകൃതിയിൽ ഉണ്ട്. അത് ഉപയോഗിച്ചാലും വീണ്ടും ഉണ്ടാവുന്നതാണ്. പക്ഷെ നോൺ റിന്യൂവബിളിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി നമ്മൾ ശ്രദ്ധ ചെലുത്തണം. കാരണം നോൺ റിന്യൂവബിൾ അതുപോലെ അല്ല. ഇപ്പൊ പെട്രോൾ തന്നെ ഒരു എക്സാമ്പിൾ എടുത്താൽ നമുക്കറിയാം, പെട്രോൾ ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് ഡിഗ് ചെയ്ത് എടുക്കാനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. അത് തീർന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ തീർന്നു പോകും. അപ്പൊ നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള റിസോഴ്സസിനാണ് റിന്യൂവബിളിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. അതിൽ ആദ്യം സസ്റ്റൈനബിൾ മാനേജ്മെന്റ് ഓഫ് റിന്യൂവബിൾ റിസോഴ്സിന്റെ കാര്യമാണ് പറയണേ. റിന്യൂവബിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, വീണ്ടും ഉപയോഗിക്കുന്നതോറും അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. അതിന് എക്സാമ്പിൾ നേരത്തെ അഞ്ജു വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഇത് ഉപയോഗിക്കുമ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫസ്റ്റ് സെന്റൻസ് ആണ്. അതായത് പ്രൈമറി കൺസേൺ ഇൻ ദ സസ്റ്റൈനബിൾ മാനേജ്മെന്റ് ഓഫ് റിന്യൂവബിൾ റിസോഴ്സസ് ഈസ് ടു സെക്യൂർ ദാറ്റ് ദ റേറ്റ് അറ്റ് വിച്ച് ഇറ്റ് ഈസ് ബിഗൺ റിപ്ലനിഷ്ഡ് ഓർ റീജനറേറ്റഡ്. പ്രകൃതിയിൽ ഉള്ളതാണ്, ഉപയോഗിച്ചാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ഉപയോഗിക്കരുത്. അത് എങ്ങനെയാണോ പുനരുൽപാദനം അതിന്റെ നടക്കുന്നത് ആ തോതിനനുസരിച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇപ്പൊ സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ കിണറ്റില് വെള്ളം ഉണ്ടാവും. ഇപ്പൊ വേനൽക്കാലമൊക്കെ ആയാൽ ഒട്ടുമിക്ക എല്ലാ കിണറുകളിലും വെള്ളം കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാം. വെള്ളം ഒരു റിന്യൂവബിൾ റിസോഴ്സസ് ആണെന്ന് പറഞ്ഞ് നമുക്ക് ഒരുപാട് ഉപയോഗിച്ച് തീർത്തു കഴിഞ്ഞാൽ വേനൽക്കാലത്ത് നമുക്ക് ഒട്ടും വെള്ളം ഇല്ലാതെ പോകും. അപ്പൊ നമ്മൾ ഈ കിണറിലൊക്കെ ഉറവാന്ന് പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മളൊന്ന് ശ്രദ്ധിക്കുക, ആ ഉറവ വന്ന് ആ കിണറിൽ വെള്ളം വരുന്ന തോതിനേക്കാളും കൂടുതൽ നമ്മൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത് ഉറവ വന്ന കിണർ നിറയാനുള്ള ഒരു സമയം അതിന് കൊടുക്കുക, പരിമിതമായ രീതിയിൽ അതിനെ ഉപയോഗിക്കുക. അതാണ് ചുരുക്കി പറഞ്ഞ ഈ സസ്റ്റൈനബിൾ മാനേജ്മെന്റ് ഓഫ് റിന്യൂവബിൾ റിസോഴ്സസിൽ പറയണത്. പിന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് വീട്ടിൽ ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഇലക്ട്രിസിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാലോ, വെള്ളത്തിൽ നിന്നാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. പല രീതിയിൽ ഉൽപ്പാദിപ്പിക്കാം, പക്ഷെ കേരളത്തിൽ അധികമായിട്ടും ഹൈഡ്രോ പവർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോ ഇനി ഏതിൽ നിന്നാണെങ്കിൽ പോലും നമ്മളിപ്പോ ആവശ്യമില്ലാതെ ഫാന് ലൈറ്റ് ഒക്കെ ഇട്ട് പോവുകയാണെങ്കിൽ നമ്മൾ അതൊന്ന് ഓഫ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരുപാട് പവറും ഇലക്ട്രിസിറ്റിയും ഒക്കെ സേവ് ചെയ്യാനായിട്ട് പറ്റും. അല്ലാതെ വെള്ളം ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അപ്പൊ ഇലക്ട്രിസിറ്റി നമുക്ക് ആവശ്യമില്ലാതെയും ഉപയോഗിക്കാം, അങ്ങനെ ഒരു ധാരണ നമ്മൾ വെക്കാൻ പാടില്ല. ആവശ്യമില്ലാത്ത ലൈറ്റും ഫാനൊക്കെ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്യാം. പിന്നെ നമ്മൾ പറയാറുണ്ട്, പണ്ട് തൊട്ടേ കേൾക്കുന്നതാണ്, ഒരു മരം മുറിക്കുമ്പോൾ 1000 മരം നടണം എന്നുള്ളത്. അപ്പൊ ഒരു മരം മുറിച്ച് 1000 മരമൊന്നും നട്ടില്ലെങ്കിലും നമ്മൾ ഒരു മരം മുറിച്ച് അറ്റ്ലീസ്റ്റ് 2-3 പ്ലാന്റ്സ് ഒന്ന് കൂടുതലായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതാണ് ആ തോത് അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ബാക്കി അതിനെ പുനരുൽപാദിപ്പിക്കാൻ പറ്റുന്ന വിധത്തിൽ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതാണ് സസ്റ്റൈനബിൾ മാനേജ്മെന്റ് ഓഫ് റിന്യൂവബിൾ റിസോഴ്സസിന്റെ കാര്യത്തിൽ വരുന്നത്. ഇനി സസ്റ്റൈനബിൾ മാനേജ്മെന്റ് ഓഫ് നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറയുമ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിന്യൂവബിൾ പോലെയല്ല, നോൺ റിന്യൂവബിൾ എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കും തോറും അത് അങ്ങോട്ട് ഡ്രെയിൻ ആയി ഇല്ലാതായിട്ട് തീരും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഉപയോഗത്തിന് കുറച്ചുകൂടി നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതില് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ കോള്, പെട്രോള്, അതുപോലെ ഫോസിൽ ഫ്യൂവൽസിൽ വരുന്നതാണ് ഈ കോളും പെട്രോളും ഒക്കെ. നമുക്കറിയാം എന്ത് ചെയ്യാൻ പറ്റും ഇതിനെ നമുക്ക് എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ കൂടുതലായിട്ടും എല്ലാവർക്കും ഓരോ വീടുകളിൽ ഓരോ സ്കൂട്ടി വീതം ഉണ്ടാവും. ഇപ്പൊ എന്റെ വീട്ടിലാണെങ്കിൽ കാർ ഉണ്ട്, ഹസ്ബൻഡിന് ബൈക്ക് ഉണ്ട്, പിന്നെ ഒരു ഇലക്ട്രിക് സ്കൂട്ടി ഉണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെയാണ് ഇത്രയും വാഹനങ്ങൾ. അപ്പൊ ഓരോരുത്തരും ഓരോ വാഹനത്തിൽ കയറി പോകുന്നതിന് പകരം പരമാവധി പബ്ലിക് ട്രാൻസ്പോർട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ട്രെയിനിലോ ബസ്സിലോ ആണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ ആ ട്രെയിനിന്റെയോ ബസ്സിന്റെയോ മാത്രം പെട്രോളേ ചിലവാകുള്ളൂ, പൊല്യൂഷനും അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ ഓരോരുത്തരും ഓരോ വണ്ടിയിൽ പോകുമ്പോൾ അത്രയും പെട്രോൾ നോൺ റിന്യൂവബിളിൽ വരുന്നതാണ്, അതൊരു അധിക ചെലവാണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ആയിട്ടുള്ള ഫോസിൽ ഫ്യൂവൽസിന്റെ ഉപയോഗം നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ടാവും പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് എപ്പോഴും ഒരു 3R പറ്റിയിട്ട് നമ്മൾ പറയും. ഈ റിസോഴ്സസിന്റെ കൂടെ 3 Rകളാണ് ഉള്ളത്. അതായത് റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. ആ ഒരു 3R എപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നോൺ റിന്യൂവബിൾ റിസോഴ്സസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ആദ്യത്തെ റെഡ്യൂസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മാക്സിമം നമ്മൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ, ഉപയോഗിക്കേണ്ടി വന്നാൽ തന്നെ റീയൂസ്. നമ്മൾ ഒരു കാര്യത്തിനെ തന്നെ വീണ്ടും ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ മാക്സിമം തവണ അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.
പിന്നെ വരുന്നത് റീസൈക്കിൾ. റീസൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിനെ തന്നെ നമ്മൾ വേറൊരു രീതിയിലേക്ക് മാറ്റി ബൈ പ്രൊഡക്റ്റ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കുക. അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ റീസൈക്കിൾ ചെയ്ത് അതിനെ ഉപയോഗിക്കുക. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് 3Rകളിൽ വരുന്നത്. അപ്പൊ നോൺ റിന്യൂവബിൾ റിസോഴ്സസിന്റെ കേസിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിൽ വെക്കേണ്ടത് ഈ 3R എന്ന പ്രിൻസിപ്പിൾ ആണ്. റെഡ്യൂസ്, റീയൂസ്, അതുപോലെ തന്നെ റീസൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ സസ്റ്റൈനബിൾ മാനേജ്മെന്റ് ഓഫ് റിന്യൂവബിൾ അല്ലെങ്കിൽ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എങ്ങനെയാന്ന് പറയുന്നത്. പിന്നെ ഒരു ഓവറോൾ കൺക്ലൂഷൻ ഇതിന്റെ നീതു പറയും. ഇന്ന് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മാൻ ആൻഡ് എൻവയോൺമെന്റ് ചാപ്റ്ററിലുള്ളതാണ്. അതിനകത്ത് ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നാച്ചുറൽ റിസോഴ്സസ് അഥവാ പ്രകൃതി സമ്പത്തുകൾ. അപ്പോൾ നാച്ചുറൽ റിസോഴ്സസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷ്യം നേടാൻ സഹായിക്കുന്നവയെ അല്ലെങ്കിൽ നിലനിർത്തുന്നതിനുള്ള സഹായികളായ വിഭവങ്ങളെയാണ് നമ്മൾ നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളും ലൈക്ക് ജലം, മണ്ണ്, വായു, മരങ്ങൾ, ധാതുക്കൾ, ഇതെല്ലാം നാച്ചുറൽ റിസോഴ്സസ് ആണ്. നെക്സ്റ്റ് പറയുന്ന ടോപ്പിക് നാച്ചുറൽ റിസോഴ്സിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ റിന്യൂവബിൾ റിസോഴ്സസും ഉണ്ട്, നോൺ റിന്യൂവബിൾ റിസോഴ്സസും ഉണ്ട്. റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ പുനരുപയോഗിക്കാൻ കഴിയുന്ന വിഭവങ്ങളാണ് റിന്യൂവബിൾ റിസോഴ്സസ്. അതിന് എക്സാമ്പിൾ വാട്ടർ, ബയോമസ്. ഈ പുനരുപയോഗിക്കാൻ കഴിയാത്ത വിഭവങ്ങളെയാണ് നമ്മൾ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഫ്യുവൽ, മെറ്റൽ, കൽക്കരി, ധാതുക്കൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ആണ്. അടുത്ത ടോപ്പിക്കായിട്ട് പറഞ്ഞത് ഹ്യൂമൻ ഇന്ററാക്ഷൻ വിത്ത് റിസോഴ്സസ്. ഇതിനകത്ത് മനുഷ്യന്റെ ഇടപെടലുകളെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. റിന്യൂവബിൾ റിസോഴ്സിലാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ ആവശ്യമുള്ള നിരക്കിൽ നമ്മൾ ഉറപ്പുവരുത്തുക. എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ മരങ്ങൾ നമ്മൾ നട്ടുപിടിപ്പിക്കുക. ചില സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ചിലപ്പോൾ മരങ്ങൾ കട്ട് ചെയ്യേണ്ടതായിട്ട് വരും. സോ കട്ട് ചെയ്താലും 2 3 നമുക്ക് വീണ്ടും വെച്ചുപിടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ വെള്ളമൊക്കെ നമ്മൾ അനാവശ്യമായിട്ട് യൂസ് ചെയ്യാതെ ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യാം. പിന്നെ നോൺ റിന്യൂവബിൾ റിസോഴ്സസിലാണെന്നുണ്ടെങ്കിൽ ഇത് ഇപ്പോൾ പെട്ടെന്ന് തീരാവുന്നവയാണ്. സോ അതിവേഗത്തിൽ യൂസ് ചെയ്യാനായിട്ട് ഇത് പാടില്ല. കാരണം ഇത് പരിമിതവും പെട്ടെന്ന് തീരാവുന്നതും ആയതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ചിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാം. കോമൺ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ മനുഷ്യരുടെ അനാവശ്യ പ്രവർത്തനങ്ങൾ പ്രകൃതിയെ നശിപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത്. സോ പൊല്യൂഷൻ കുറയ്ക്കുക, വിഭവങ്ങൾ പുനരുപയോഗിക്കുക, പുനഃസംസ്കരിക്കുക. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. നമുക്ക് മാത്രമല്ല ഭാവി തലമുറയ്ക്കും ഈ ഒരു വിഭവങ്ങൾ ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുന്ന വേണം. അതുപോലെ നേരത്തെ പറഞ്ഞ 3R പ്രിൻസിപ്പിൾ എല്ലാവരും ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ എന്നുള്ളത്. So first of all, thank you, Melrose ma'am, for giving this seminar topic. I hope you all found the seminar informative and engaging. Thank you all. Okay. Any questions? Questions are മുംതാസിനോടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മുംതാസ്. കേറിയിട്ടില്ലേ? മാം ആരെങ്കിലും ചോദിച്ചാൽ മതിയോ? ചോദിച്ചാ. അപ്പൊ ഇത്രയും സെമിനാർ നമ്മൾ എടുത്തതെന്ന് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഈ എടുത്ത പോർഷനിൽ നമ്മുടെ മോഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ ഡൗട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നമ്മുടെ നോൺ റിന്യൂവബിൾ റിസോഴ്സസിന്റെ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു 3Rന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. ആ 3R എന്തൊക്കെയായിരുന്നു? Reuse, recycle, reduce. നോൺ റിന്യൂവബിൾ റിസോഴ്സസിന് ഒരു 5 എക്സാമ്പിൾ പറയാമോ മൃദുല? കോള്, പെട്രോളിയം, പിന്നെ പ്ലാറ്റിനം, ഗോൾഡ്, അങ്ങനെയുള്ള സാധനങ്ങൾ. എനിക്കൊരു ഡൗട്ട് ഉണ്ട്, ഞാൻ ചോദിച്ചോട്ടെ. ഈ ശ്രീലക്ഷ്മി
വെള്ളിന്റെ കാര്യത്തിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ, കിണറിലെ വെള്ളം നമ്മൾ ഒരു മിനിമൽ ആയിട്ട് യൂസ് ചെയ്യണമെന്ന്. അപ്പോ വാട്ടർ എന്ന് പറയുന്നത് ഒരു റിന്യൂവബിൾ, അതായത് എപ്പോഴും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു റിസോഴ്സ് ആണ്. പക്ഷെ എന്തുകൊണ്ടാണ് കിണറ്റിലെ വെള്ളം എന്ന് പറയുമ്പോൾ നമ്മളത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു കൺസിഡറേഷൻ കൊടുത്ത് അത് യൂസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? അപ്പൊ അത് ആ ഉള്ള സ്പേസിനെയാണോ അത്? അല്ല അല്ല അതായത് അല്ല ഞാന് മൊത്തത്തിൽ വെള്ളം എന്നുള്ള ആ ഒരു റിന്യൂവബിൾ റിസോഴ്സിന്റെ കാര്യം തന്നെയാണ് പറഞ്ഞത്. ഈ ഉറവ വരുന്നതിനനുസരിച്ച് വേണം വെള്ളം ഉപയോഗിക്കാൻ എന്ന് നമ്മൾ ആ ഒരു എക്സാമ്പിളിലേക്ക് എത്തിക്കണമെങ്കിൽ ഉറവ എന്ന് പറയുന്നത് എല്ലായിടത്തും ഉണ്ടാവും. പക്ഷെ നമ്മളായിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യണത് കിണറ്റിലെ ഉറവയാണല്ലോ. അപ്പൊ കിണറിൽ വെള്ളം ഉള്ളത് യൂസ് ചെയ്യാം. പക്ഷെ അത് എന്താ പറയാ, പുനരുൽപാദിപ്പിക്കുന്ന ആ ഒരു അളവും കൂടി നമ്മൾ നോക്കണം. ഇപ്പൊ നമ്മളൊരു 10 എന്താ പറയാ 10 ലിറ്ററോളം വെള്ളം നമ്മൾ ഉപയോഗിച്ചു. പക്ഷെ അതിന്റെ നേർപകുതി പോലും വെള്ളം തിരിച്ച് റീഫിൽ ആവുന്നില്ല എങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു തരത്തിൽ ചൂഷണമാണ്. അപ്പോ പുനരുൽപാദിപ്പിക്കാനുള്ള സമയം കൊടുക്കുക. അത്രയും വെള്ളം ഉണ്ടായതിനു ശേഷം നമുക്ക് എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം. ആ രീതിയിലാണ് ഞാൻ പറഞ്ഞത്. അത് ജനറൽ വെള്ളത്തിൽ നിന്നുള്ളത് എല്ലാത്തിനും ബാധകമാണ്. നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റണത് ഉറവ എന്ന് പറയുമ്പോൾ കിണറായതുകൊണ്ട് കിണറിന്റെ എക്സാമ്പിൾ പറഞ്ഞതാണ്. ക്വസ്റ്റ്യൻസ് കഴിഞ്ഞോ ശ്രീലക്ഷ്മി? ഓക്കെ മാം. എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് ഗ്രൂപ്പിന്റെ സെമിനാർ? എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങളാണ് പറയേണ്ടത്. നന്നായിരുന്നു. നന്നായിരുന്നു അല്ലേ? ശ്രീലക്ഷ്മിയുടെ എക്സാമ്പിളൊക്കെ സൂപ്പർ ആയിരുന്നു അല്ലേ? നന്നായിട്ട് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഈ നെക്സ്റ്റ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. സെക്കൻഡ് ഗ്രൂപ്പ് ആരൊക്കെയാണ് സെക്കൻഡ് ഗ്രൂപ്പിലുള്ളത്? ആരൊക്കെയാണ് സെക്കൻഡ് ഗ്രൂപ്പ്? സെക്കൻഡ് ഗ്രൂപ്പിൽ ഞാൻ മാത്രമേ കയറിയിട്ടുള്ളൂ എന്ന് തോന്നുന്നു. ഇല്ല, ഞാനും ഉണ്ട്. പക്ഷെ എൻ്റെ ഇത് ലാൻഡ് പൊല്യൂഷൻ ആണ്. ഇൻട്രൊഡക്ഷൻ ആരാന്ന് അറിയില്ല. എന്ത് വെച്ച് എങ്ങനെ കയറാത്തെ? പറഞ്ഞിട്ടില്ലേ പ്രിപ്പയർ ആയിട്ടിരിക്കണം, എപ്പം ഒന്നും അറിയാൻ പറ്റില്ല എന്നുള്ളത്. തേർഡ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പിൽ എത്ര വരെയായിരുന്നു തന്നിരിക്കുന്നത് ടോപ്പിക്? എൻവയോൺമെന്റ് പൊല്യൂഷൻ തൊട്ട് പല കൊണ്ടാണ്. എത്ര വരെയായിരുന്നു മാം ഗ്രൂപ്പിലെ എല്ലാവരുടെ പേരൊന്ന് പറയാം മാം, ഓരോ ഗ്രൂപ്പിലെ ഉള്ള ഗ്രൂപ്പ്? ഞാനല്ല ഉണ്ടാക്കിയത്, അത് അവര് തന്നെയായിരിക്കും ഉണ്ടാക്കിയേക്കണം. എനിക്കറിയില്ല, ഓരോരുത്തർ സെലക്ട് ചെയ്യാനാണ് തന്നിരിക്കുന്നത്. നിത്യ കേൾക്കുന്നുണ്ടോ? നിത്യ എന്ന് പറയുമോ? നിത്യ ഇല്ല ഇന്ന്. നിത്യയുടെ ഗ്രാൻഡ് മദർ മരിച്ചിരുന്നു. പക്ഷെ നിത്യ അല്ല ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. നമ്മളൊരു 5 പേരോ 4 പേരോ ആയിട്ട് ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മുടെ മെയിൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. സെക്കൻഡ് ഗ്രൂപ്പ് ആരായിരുന്നു? സാബരില്ലേ? സാബർക്ക് എന്ത് പറ്റി? മാം ഞാനുണ്ട്. ഞാൻ ഏറ്റവും ടോപ്പിലായിരിക്കും അത് ഉണ്ടായിരിക്കുക. ഞാനതൊന്ന് നോക്കിയിട്ട് പേരുകൾ വായിക്കാം കേട്ടോ. അതാത് ഗ്രൂപ്പിലുള്ളവര് അവർക്കൊരു ബോധം ഉണ്ടായിരിക്കുമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. ഞങ്ങളൊക്കെ ഒരു ഗ്രൂപ്പിന് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി വെച്ചിരുന്നു. എല്ലാവരും നമ്പേഴ്സ് അനുസരിച്ച് നമുക്ക് ഏത് ഗ്രൂപ്പിൽ വേണമെങ്കിൽ ഇഷ്ടമുള്ള ഗ്രൂപ്പിൽ ചേരാം എന്ന് പറഞ്ഞിട്ടാണ് നിത്യ നമ്പർ ഗ്രൂപ്പ് ഇട്ടിരുന്നത്. ഒന്ന് നോക്കട്ടെ കേട്ടോ മാം. സെക്കൻഡ് ഗ്രൂപ്പിന് മുഫീദ, സൽമ, സ്നേഹ, ഫാത്തിമ, ഇവര് 4 പേരാണ് ഇപ്പം ഉള്ളത്. 4 പേരുണ്ട്. 4 പേര് ജോയിൻ ആയിട്ടില്ല. ഗ്രൂപ്പിലുള്ളത് 4 പേരാ. സെക്കൻഡ് ഗ്രൂപ്പിന്റെ ടോപ്പിക് ഏത് വരെയാ തന്നിരിക്കുന്നത്? ലാൻഡ് പൊല്യൂഷൻ. ലാൻഡ് പൊല്യൂഷൻ വരെയാണല്ലേ?
സൽമ ജോയിൻ ആണോ? ജോയിൻ ആയിട്ടില്ല. ശ്രുതി തേർഡ് ഗ്രൂപ്പില് എല്ലാരും ഉണ്ട് തോന്നുന്നു മാം. എനിക്കിവിടെ കുട്ടി കരഞ്ഞതുകൊണ്ട് ക്ലിയർ ആയില്ല പറഞ്ഞത്. ചെറിയ കരച്ചിലായിരുന്നു. ഓക്കെ. സെക്കൻഡ് ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചത്. ഫസ്റ്റ് ഗ്രൂപ്പിലെ സെമിനാർ കഴിഞ്ഞു. നെക്സ്റ്റ് എടുക്കേണ്ടത് സെക്കൻഡ് ഗ്രൂപ്പ് ആണ്. അവരുടെ 2 കുട്ടികളേ ഉള്ളൂ എന്ന് പറഞ്ഞൂടെ, അതുകൊണ്ടാണ് ചോദിച്ചേ. ശ്രുതി തേർഡ് ഗ്രൂപ്പ് ആണെന്നാണോ പറയുന്നത്? സെക്കൻഡ് ഗ്രൂപ്പിൽ ഇപ്പോ ഇതില് 2 പേരെ ജോയിൻ ആയിട്ടുള്ളൂ എന്നാ തോന്നുന്നു. ജോയിൻ ആയിട്ടുള്ളൂ. തേർഡ് ഗ്രൂപ്പോ? തേർഡ് ഗ്രൂപ്പ് എല്ലാവരും ഉണ്ടോ? ഞാനുണ്ട്. അമ്പിളി, രേഷ്മ. അമ്പിളി ജോയിൻ ആയിട്ടില്ലല്ലോ. രേഷ്മ പിന്നെ ഇന്ന് ഫസ്റ്റും സെക്കൻഡും തേർഡ് ഗ്രൂപ്പ് ആരും വന്നിട്ടില്ലേ എന്താ മാം? തേർഡ് ഗ്രൂപ്പില് ഞാനുണ്ട്. നീതു. 4 പേരേ ഉള്ളൂ. 4 പേരേ ഉള്ളൂ. ഏത് ഗ്രൂപ്പിന് എടുക്കാൻ പറ്റുന്നത്? സെക്കൻഡ് ആണോ അല്ലെങ്കിൽ തേർഡ് ഗ്രൂപ്പിനാണോ സെമിനാർ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നത്? ഇതിലിപ്പോ 2 പേരേ ഉള്ളൂ. ഇൻട്രൊഡക്ഷൻ എന്തെന്നാ? ഇൻട്രൊഡക്ഷൻ ഉണ്ടോ? എൻവയോൺമെന്റ് പൊല്യൂഷൻ ഇൻട്രൊഡക്ഷൻ ഉണ്ടോ? എന്റെ ക്ലാസ് ഇനി വരുന്നത് തിങ്കളാഴ്ച. നാളെ ഉണ്ടാവില്ല. നാളെ ഞാനില്ലല്ലോ. തിങ്കളാഴ്ച ആയിരിക്കും കേട്ടോ. എൻവയോൺമെന്റ് പൊല്യൂഷന്റെ ഇൻട്രൊഡക്ഷൻ എടുക്കാനായിട്ട് അവൈലബിൾ ആണോ ആരെങ്കിലും? അല്ല മാം, അവര് ബാക്കിയുള്ളവര് ജോയിന്റ് ആയില്ലല്ലോ, അപ്പൊ അത് എടുക്കാൻ അടുത്ത ക്ലാസ്സിൽ എടുത്താൽ പോരെ? നെക്സ്റ്റ് ക്ലാസ്. നെക്സ്റ്റ് ക്ലാസ് എന്ന് പറയുമ്പോൾ ഇത്രയും ടൈം ഉണ്ടല്ലോ നമുക്ക്. 10-20 മിനിറ്റ് ഉണ്ട്. എന്ത് ചെയ്യും? നമ്മുടെ ഈ ബാച്ചില് ഗ്രൂപ്പ് ആക്ടിവിറ്റി എന്ന് പറയണേക്കാളും ഇൻഡിവിജ്വൽ കൊടുക്കാൻ മിസ്സേ നല്ലത്. ഒരു ഗ്രൂപ്പ് ഒരു കാര്യം ഇതുവരെ നടന്നിട്ടില്ല നേരെ. ഒറ്റ കാര്യം പോലും. എന്ത് കാര്യത്തിന് വേണ്ടി ഒരു ഗ്രൂപ്പായിട്ട് വരണോ അതൊക്കെ കൊളായിട്ടേ ഉള്ളൂ. ഇപ്പൊ ഇംഗ്ലീഷ് സ്പീക്കിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി, അത് അതുപോലെ കിടക്കുന്നുണ്ട്. ഒരാൾക്ക് പോലും അതില് വരാനോ സംസാരിക്കാനോ താല്പര്യമില്ല. അതേപോലെയാണ് എല്ലാ കാര്യങ്ങളും മിസ്സേ. നമ്മളെന്തോ ഭാഗ്യം കൊണ്ട് നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരുമായിട്ട് നേരത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വച്ചിരുന്നു. എന്ന് വന്നാലും എടുക്കാൻ റെഡി ആണെന്ന് നമ്മൾ ഒരു 4-5 പേര് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഇത്രയെങ്കിലും പോസിബിൾ ആയത്. അല്ലാതെ നമുക്ക് എന്തെങ്കിലും എക്സാം ഉണ്ടോന്നോ അല്ലെങ്കിൽ അസൈൻമെന്റ് ഉണ്ടോ ആക്ടിവിറ്റി ഉണ്ടോ എന്ന് ചോദിക്കാൻ മാത്രമാണ് മിസ്സേ പല ആൾക്കാരും വരുള്ളൂ. അല്ലാത്ത ഒരു കാര്യങ്ങളിലും ആരെയും ഗ്രൂപ്പായിട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. അപ്പൊ അടുത്ത ക്ലാസ്സിലാണെങ്കിലും ഈ പറയണ എല്ലാവരും കയറിക്കോളണം എന്നില്ല മാം. അപ്പൊ എനിക്ക് തോന്നുന്നു ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോരുത്തരും ഓരോ ടോപ്പിക് എടുക്കായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പൊ അവരവർക്ക് അതാത് സമയത്ത് ആ സമയത്ത് എന്തായാലും ഒരു ബോധം ഉണ്ടാവുമല്ലോ, നാളെ എന്റെ സെമിനാർ ആണ് എനിക്ക് കയറണം എന്ന്. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം പോസിബിൾ ആവുന്നു എന്റെ അനുഭവത്തിൽ ഇതുവരെ നടന്നിട്ടില്ല ഒരു കാര്യം. ഒരു പ്രത്യേക തരം പ്രശ്നങ്ങളാണ് അത് പറയാൻ അറിഞ്ഞൂടാ. ഏതരം ഒരു ബാച്ചാകുമ്പോ അല്ലേ എന്ത് കാര്യം പറഞ്ഞാലും ചെയ്യാൻ മടിയുണ്ടല്ലേ ആളുകൾക്ക്. മാം, എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ എന്ത് കൂട്ടായ്മ കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാലും അത് ഫ്ലോപ്പ് ആയി പോകും. നമ്മളിപ്പോ ഒരു ആക്ടിവിറ്റി ഇട്ടിട്ടായാലും നമ്മൾ എത്ര എനർജറ്റിക് ആയി നിന്ന് കഴിഞ്ഞാലും ആ ആളെ തളർത്തും അവിടെ. എങ്ങനെയെങ്കിലും ആളുടെ മൈൻഡില് എന്തെങ്കിലും നമ്മൾ പരസ്പരം കാണുന്നില്ലെങ്കിലും എന്തെങ്കിലും ഒരു ഇഷ്യൂസ് പരസ്പരം കാണാൻ
അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കുറെ ആക്ടിവിറ്റികൾ തുടക്കത്തിലെ എന്താ ക്വിസ് കോമ്പറ്റീഷൻ പോലെ അങ്ങനെ പല ആക്ടിവിറ്റി എല്ലാം ഫ്ലോപ്പ് ആയിരുന്നു ഇതുവരെ ഉള്ളത്. ശ്രീലക്ഷ്മി പറഞ്ഞത് ശരിയാണ്. നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പോലും വേണ്ട എന്ന് നമുക്ക് തോന്നുന്ന ഒരു രീതിയിൽ അങ്ങ് സ്റ്റോപ്പായി പോവുമല്ലാതും. അതായത് നമ്മൾ എനർജറ്റിക് ആയിട്ട് നല്ല ആക്റ്റീവ് ആയിട്ട് നമ്മൾ എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് വായോ നമുക്കൊരു പ്രോഗ്രാം ചെയ്യാന്ന് പറയുമ്പോൾ അതിന്റെ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ അത് അങ്ങ് പോകും അത്. പക്ഷെ ഇൻഡിവിജ്വൽ ആണെങ്കിൽ എല്ലാവരും അവരുടേതായ കഴിവിൽ പെർഫോം ചെയ്യുന്നുണ്ട്. മിസ് അതെ ഇൻഡിവിജ്വൽ ആണ്, ഓരോരുത്തർക്കും മാർക്ക് ഉണ്ടെന്ന് മിസ് ഒന്ന് പറഞ്ഞു നോക്കുവോ? എന്നാ ഈ ഗ്രൂപ്പ് പോലെയൊന്നും അല്ല മിസ്സേ. അപ്പൊ എല്ലാവർക്കും ചെയ്യും. പക്ഷെ ഗ്രൂപ്പായിട്ട് വരുമ്പോ ഇത് ആർക്കോ വേണ്ടിയാ. അതറിയില്ല നിങ്ങൾക്ക് മാർക്കിന്റെ സെമിനാറൊക്കെ അവതരിപ്പിക്കണേന് ഞാനിവിടെ പേരൊക്കെ എല്ലാവർക്കും ഈ ഗ്രൂപ്പിൽ MT11 എന്ന് പറഞ്ഞ ഒരു ബാച്ച് ബോണ്ട് ഒന്നും ഞങ്ങൾ തമ്മിലില്ല മിസ്സേ. എനിക്ക് ആരുമായിട്ടും തോന്നണില്ല അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് എല്ലാത്തിനും നമുക്ക് ഇങ്ങനെ കട്ടക്ക് നിക്കണം, അങ്ങനെ ഒരു ഫീലിംഗ് ഇല്ല. അതൊന്നും നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ കണ്ടിട്ടില്ല. ഹലോ മാഡം, ഞാനിപ്പോ വന്നത് എന്താ പറയണത്? ഞാനിപ്പോ പുറത്തുനിന്ന് എത്തിയുള്ളൂ, കേറാൻ കുറച്ച് ലേറ്റ് ആയി. സെക്കൻഡ് ഗ്രൂപ്പാണോ? അതാണ് ഇവിടെ പ്രശ്നം. ഞാൻ തേർഡ് ഗ്രൂപ്പാണ്. ഓക്കെ. സെക്കൻഡ് ഗ്രൂപ്പിൽ സെമിനാർ എടുക്കാൻ ആരും അവൈലബിൾ അല്ല. ഫസ്റ്റ് ഗ്രൂപ്പിലെ സെമിനാർ കഴിഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഗ്രൂപ്പിലെ സെമിനാർ കഴിയുമ്പോൾ ടൈം ഉണ്ടെങ്കിൽ അടുത്ത ഗ്രൂപ്പും തയ്യാറാവണം. 2 കുട്ടികളെ ഉള്ളൂ സെക്കൻഡ് ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരുന്നു. ബാക്കിയുള്ള ആരും ജോയിൻ ചെയ്തിട്ടില്ല. എന്താ പ്രശ്നം? അങ്ങനെ വന്നാൽ ശരിയാവില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് മാർക്കൊന്നും വേണ്ടേ? അതുപോലെ തന്നെ നിങ്ങൾ എന്തിനാ ഈ കോഴ്സിന് നിങ്ങൾ ജോയിൻ ചെയ്തേ? ടീച്ചേഴ്സ് ആവാനല്ലേ? സ്കൂളിൽ ഇപ്പൊ ഒരു പ്രിൻസിപ്പൽ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പോട്ടിൽ ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യാൻ പറ്റോ? ചിലപ്പോ സാബര ചെയ്യും, ശ്രീലക്ഷ്മി ചെയ്യും. മാം അല്ല ഇപ്പൊ മാം പറഞ്ഞല്ലോ അതേപോലെ തന്നെയാണ് ശ്രീലക്ഷ്മി ആണെങ്കിലും ഞാനാണെങ്കിലും ഒന്നും പ്രിപ്പയർഡ് അല്ല. പക്ഷെ നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് അത് നമ്മൾ ചെയ്യാം. എന്തായാലും നമ്മൾ ചെയ്യണം. നാളെ ആണെങ്കിലും നമ്മൾ ചെയ്യണം, ഇന്നാണെങ്കിലും നമ്മൾ ചെയ്യണം. അങ്ങനെ ഒരു തോട്ടിലാണ് നമ്മളെല്ലാം പ്രസന്റ് ചെയ്യാൻ ഇങ്ങനെ പോസിറ്റീവ് ആയിട്ടിരിക്കുന്നത്. പക്ഷെ എല്ലാവരും അങ്ങനെ എത്തിയിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയില്ല. പക്ഷെ നമുക്ക് എന്തോ കൂടുതൽ അറിയാം, ഇവർക്കും എല്ലാം അറിയാം, നമുക്കൊന്നും അറിയില്ല. നമുക്ക് അങ്ങനെയുള്ള ആളുകളും ഉണ്ട്. പിന്നെ ആകെ കുറച്ച് പേരെ നമ്മുടെ ക്ലാസ്സിൽ വരുള്ളൂ. ആ വരുന്നവരിൽ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ആണ്. മൊത്തത്തിൽ അങ്ങനെയാണ്. മിസ് ചെറിയ പിള്ളേരോട് പറയണ പോലെ മാർക്ക് കുറയ്ക്കും, 0 ഇടുന്ന് പറഞ്ഞാൽ മതി മിസ്സേ. അപ്പോഴേ ചെയ്യൂ. അല്ല എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നതെന്ന് അറിയോ? നിങ്ങൾക്ക് അതിനുള്ള കഴിവ് വർദ്ധിക്കാനായിട്ടും പേടി പോവാനായിട്ടൊക്കെയാണ്. പക്ഷെ നിങ്ങൾ അതിന് തയ്യാറാവുന്നില്ല. അപ്പൊ പിന്നെ എന്തിനാണ് നിങ്ങൾ ടീച്ചറാവുന്നത്? 4 കുട്ടികളുടെ മുമ്പിൽ നമ്മൾക്ക് എന്താണ് ധൈര്യത്തോടെ നിൽക്കാൻ പറ്റുമോ? ഒന്നും ചെയ്യണില്ലെങ്കിൽ 2 വാക്ക് സംസാരിക്കാൻ ഇവിടെ സൈൻ ഔട്ട് ആരാ അല്ലെങ്കിൽ തോട്ട് പറയുന്നത് ആരാ? ഞാനിങ്ങനെ വിളിച്ചോണ്ടിരിക്കണം MT11 വരുമ്പോ. MT8 പിള്ളേരൊക്കെ ഒന്ന് നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്ക്. അവരെന്ത് പറഞ്ഞാലും എന്ത് പരിപാടി സ്പോട്ടിൽ പറഞ്ഞാലും ചെയ്യാനായിട്ട് തയ്യാറായിട്ടുള്ള പിള്ളേരാണ്. എനർജറ്റിക് ആയിട്ടുള്ള പിള്ളേർ. നിങ്ങളൊക്കെ അതിന്റെ ലോ ലെവലിൽ കിടക്കുന്ന പിള്ളേരാണ്. അതുകൊണ്ട് പറയിപ്പിച്ചതല്ലേ നിങ്ങളിതൊക്കെ? ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യില്ല. അതെന്താ? പിന്നെ നിങ്ങൾ ഈ കോഴ്സിന് ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ തന്നെ അസൈൻമെന്റ് ആക്ടിവിറ്റി ചെയ്യണേന്, അതുപോലെ സെമിനാർ ചെയ്യണേന് ഇതൊക്കെ പ്രത്യേക മാർക്കുകളുണ്ട്. അറിയോ? ഞാൻ അതെന്താ പറയാഞ്ഞത്? മിസ്സേ ഇതിന് ഒരു എക്സ്ക്യൂസ് ഒന്നും ഇല്ല മിസ്സേ. ഞാൻ ഡേറ്റ് നോക്കി കറക്റ്റ് പറയാം. ഗ്രൂപ്പിൽ ജൂൺ 30 ഫോം ചെയ്തേക്കണത്. ആ ഗ്രൂപ്പ് ജൂൺ 30 തന്നെ എല്ലാ ഗ്രൂപ്പും റെഡി ആയിട്ടുണ്ട്. അപ്പോ അതിൽ ഈ ഫസ്റ്റ് ഗ്രൂപ്പില് ഇപ്പൊ ഞാനാണെങ്കിലും നീതു ആണെങ്കിലും അഞ്ജു ആണെങ്കിലും നമ്മുടെ ഗ്രൂപ്പിലുള്ള അമിത അങ്ങനെ അവര് നമ്മള് അന്ന് തന്നെ ഫിക്സ് ചെയ്ത് അന്ന് തന്നെ ഇന്ന ആൾക്ക് ഇന്ന ടോപ്പിക്കാന്ന് പറഞ്ഞിരുന്നു. പിന്നെ ആരെങ്കിലും വരില്ലെങ്കിൽ ഇന്ന ആള് ചെയ്യാം എന്നുള്ള രീതിയിൽ മുംതാസും പറഞ്ഞിരുന്നു. എന്റെ കുടുംബശ്രീയുടെ ഒക്കെ വർക്ക് ആയതുകൊണ്ട് ചിലപ്പോൾ വരില്ല എന്ന് പറഞ്ഞിരുന്നു.
നിത്യം ഇൻഫോം ചെയ്തിരുന്നു. അങ്ങനെ ഒരു പ്രീ പ്ലാനിങ് ഉണ്ട്. അന്ന് തൊട്ട് തന്നെ ഗ്രൂപ്പിൽ തന്നെ വേറെ ആരോ പറഞ്ഞത് കേട്ടിട്ടാണ് ഞാൻ അറിഞ്ഞത്. മിസ് പറഞ്ഞ എന്ന് വേണമെങ്കിൽ റെഡി ആയിരിക്കണം. എന്നിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവർ പറയുകയും ചെയ്തു ചിലപ്പോ പിറ്റേ ദിവസം ഇനി മൈൽ റോസ് മാം ആണോ വരണേന്ന് ഞാനും നീതും തമ്മിൽ സംസാരിച്ചിരുന്നു. അങ്ങനെ ആ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ, അത് എന്തോ ഭാഗ്യം കൊണ്ട് നമ്മുടെ മെമ്പേഴ്സിന് ഇടയിൽ അത് ഉണ്ടായിരുന്നു. പക്ഷെ MT11 എന്ന് പറയുന്ന എല്ലാവർക്കും അങ്ങനെ ഒരു സ്പിരിറ്റ് ഇല്ല മാം. ഞങ്ങള് തേർഡ് ഗ്രൂപ്പ് ആയിരുന്നു. ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി മറ്റവരുണ്ടോന്ന് അറിയില്ല. പക്ഷെ സെക്കൻഡ് ഗ്രൂപ്പിലുള്ളവർ പറഞ്ഞിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. ഞങ്ങള് എനിക്ക് കിട്ടിയ ടോപ്പിക് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തേർഡ് ഗ്രൂപ്പിലാണ് ഞാനും. എനിക്ക് ഇൻട്രൊഡക്ഷൻ ആണ്, അത് ഞാനും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സെക്കൻഡ് ഗ്രൂപ്പ് കഴിഞ്ഞിട്ടുള്ള തേർഡ് നിമിഷം റെഡിയാണ് പറയാൻ. തേർഡ് ഗ്രൂപ്പിൽ 3 പേരുണ്ട് മാം. അപ്പൊ പിന്നെ ഞങ്ങൾ ഇൻട്രൊഡക്ഷൻ കളയേണ്ട ആവശ്യമില്ല. രേഷ്മയ്ക്ക് ഇൻട്രൊഡക്ഷൻ പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. എത്ര വരെയാണ് നിർത്തുന്നത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. സെക്കൻഡ് ഗ്രൂപ്പുകാര് ഒന്നുകൂടി നോക്കാം. 2 പേരെ മാത്രം ഇവിടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരോട് പറയാം തിങ്കളാഴ്ച എന്തായാലും സെമിനാർ ഉണ്ട്, വന്ന് പ്രിപ്പയർ ചെയ്യണം, അതുപോലെ തന്നെ പ്രസന്റ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമായിട്ടും പറയാം. അല്ലെങ്കിൽ നമ്മൾ ആർക്ക് കട്ട് ചെയ്യും. ഓക്കെ, ആർക്കുള്ള കാര്യം ഞാൻ പ്രത്യേകം പറയാനതാണ്, നിങ്ങൾ ചെയ്യുമല്ലോ എന്നുള്ള രീതിയിൽ. ഇപ്പൊ എന്താ പറയാ, വളരെ മോശമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ടീച്ചർ നിങ്ങളുടെ മുൻപിൽ വന്നതെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുമല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോ പക്ഷെ നിങ്ങൾ കാണിക്കുന്നത് എന്താ, അതിനെനിക്ക് വയ്യ, പനിയും ജലദോഷം ഇതൊക്കെ എഴുതിയിരിക്കുന്നതാണ്, ചുമ. എന്നിട്ട് നിങ്ങള് എന്നോട് ചെയ്യുന്നത് എന്താ, ഇൻസൾട്ടിങ് അല്ലേ? ആണോ? ഇൻസൾട്ടിങ് ആയി ഫീൽ ചെയ്യുക. ഓക്കെ, നിർബന്ധമായിട്ടും തിങ്കളാഴ്ച നമ്മുടെ സെമിനാർ കംപ്ലീറ്റ് ആക്കിയിരിക്കണം. തിങ്കളാഴ്ച മതിയാവോ? സെക്കൻഡ് പറഞ്ഞിട്ട് തേർഡ് പറഞ്ഞ മതിയോ? സമയം ഉണ്ടല്ലോ, 5 മിനിറ്റെങ്കിലും പറയാൻ പറ്റുമോ മാം? പറ്റും മാം. മാക്സിമം ഈ ടൈമിന്റെ ഉള്ളിൽ കവർ ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ തേർഡ് ഗ്രൂപ്പിലുള്ളവർ കവർ ചെയ്യാം. ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മൺഡേ കണ്ടിന്യൂ ചെയ്യണ പോലെ ചെയ്യാലോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻസോ നിങ്ങൾ തുടങ്ങിക്കോളൂ. ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, അവരുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് ഞാൻ എഴുതിയതൊക്കെ. നോക്കട്ടെ, നിങ്ങൾ തുടങ്ങിക്കോളൂ. പറഞ്ഞാൽ മതി കേട്ടോ. സ്റ്റാർട്ട് ചെയ്താൽ മതി, ബാക്കി നമുക്ക് മൺഡേ സ്റ്റാർട്ട് ചെയ്യാം. രശ്മിക്ക് പറയാൻ പറ്റുമോ? ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട് മിസ്സേ. അപ്പൊ ഞാൻ അതൊന്ന് തുടക്കം പറയാം. സ്റ്റാർട്ട് ചെയ്യട്ടെ. Good afternoon to all. First of all, thank you so much for giving me this opportunity and welcome to all. Welcome ma'am. ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് സൗണ്ട് പൊല്യൂഷൻ ആൻഡ് റേഡിയേഷൻ പൊല്യൂഷൻ എന്നതാണ്. Pollution is a big problem. It may affect our life very badly. There are 2 types of pollution: noise pollution അഥവാ sound pollution, radiation pollution. നമ്മുടെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ശബ്ദ മലിനീകരണം അഥവാ നോയിസ് പൊല്യൂഷൻ. നോയിസിയ എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് നോയിസ് എന്ന വാക്ക് ഉണ്ടായത്. അസുഖകരമായ ശബ്ദം സൃഷ്ടിക്കുക എന്നതാണ് ഈ വാക്കിനർത്ഥം. പലതരത്തിലുള്ള അമിതമായ സൗണ്ട് നമുക്ക് മാനസികമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. അതുപോലെ തന്നെ ഒന്നാണ് റേഡിയേഷൻ പൊല്യൂഷൻ. ഇത് റേഡിയോ ആക്റ്റീവ് മലിനീകരണം എന്നറിയപ്പെടുന്നു. ഇത് ഖരദ്രാവക വാതകങ്ങളിൽ രൂപപ്പെടുന്നതാണ്. സൗണ്ട് പൊല്യൂഷനും റേഡിയേഷൻ പൊല്യൂഷനും നമ്മൾ ഒത്തിരി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഞങ്ങൾക്ക് ഇന്നിവിടെ സെമിനാറായി കിട്ടിയിരിക്കുന്നത്. ഇവിടെ ഈ സെമിനാർ എൻ്റെ ഫ്രണ്ട്സ് ഇതിനെക്കുറിച്ച് കൂടുതലായ വിവരങ്ങൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതിനായിട്ട് ഞാൻ അമ്പിളി, ആരതി, ശ്രുതി എന്നിവരെ ഞാൻ വെൽക്കം ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ സെമിനാറിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുന്നു. ഹായ് ഫ്രണ്ട്സ്, ഐ എം ശ്രുതി. ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക് സൗണ്ട് പൊല്യൂഷനെ കുറിച്ചാണ്. ദ സൗണ്ട് പൊല്യൂഷൻ ഇസ് ഓൾസോ നോൺ ആസ് എ നോയിസ് പൊല്യൂഷൻ. നമ്മൾ ഈ സൗണ്ട് പൊല്യൂഷനെ കുറിച്ച് ഇപ്പോഴല്ല, ഏകദേശം ഒരു 4th സ്റ്റാൻഡേർഡ് 5th സ്റ്റാൻഡേർഡ് തൊട്ടേ നമ്മൾ
കേൾക്കാൻ തുടങ്ങിയ ഒരു വിഷയമായിരിക്കും. എല്ലാവരോടും ഫസ്റ്റ് ഞാൻ സോറി പറഞ്ഞോട്ടെ. ഇവിടെ കുഞ്ഞു കൈകളുള്ളതുകൊണ്ട് എന്തെങ്കിലും ഇന്ററാക്ടിവിറ്റി ഉണ്ടെങ്കിൽ ഒന്ന് സോറി. വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് താഴത്ത് വിടാൻ. The word noise is derived from a Latin word noisia. അത് പറഞ്ഞാൽ നമ്മൾ ഈ വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ വരുന്ന സമയത്താണ് ഈ വേർഡ് യൂസ് ചെയ്യുന്ന കേട്ടിട്ടുണ്ടാവുക. എന്ന് വെച്ചാൽ ഓവർ സൗണ്ട് കേൾക്കുമ്പോൾ ചിലവർക്ക് നല്ല വോമിറ്റ് ഒരുപോലെ എന്താ തല കറങ്ങണ പോലെയും സൗണ്ട് അവർക്ക് നല്ല ബുദ്ധിമുട്ടുകളൊക്കെ വരാറുണ്ട്. ഹെവി സൗണ്ട്സ്, അതായത് മെഷീൻസിന്റെ സൗണ്ട്സ് അല്ലെങ്കിൽ ഈ മൈനിങ് അവിടേക്കുള്ള സൗണ്ട്സ് ഒക്കെ കേൾക്കുമ്പോൾ അവർക്ക് ചെവി വേദന, അങ്ങനെ തല കറക്കം അങ്ങനെയൊക്കെ വരാറുണ്ട്. പിന്നെ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് ലൗഡ്ലി ആയുള്ള സൗണ്ട്സ്, അങ്ങനത്തെ സൗണ്ട്സും ഈ സൗണ്ട് പൊല്യൂഷൻസിൽ വരുന്നതായിരിക്കും. പിന്നെ നമ്മൾ സൗണ്ട് പൊല്യൂഷനെ മെഷർ ചെയ്യുന്നത് ഡെസിബിൾസ്, DB എന്ന് പറയുന്ന ഒരു ഇതുകൊണ്ടാണ്, മെഷർമെന്റ് ആണ്. അതില് കുറെ വെറൈറ്റി. മാം നടന്നുകൊണ്ടാണ് പറയുന്നത്, നടന്നുകൊണ്ടാണ് ഞാൻ സെമിനാർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ സെക്കൻഡിലെ ആ മെമ്പേഴ്സിനോട് പറയാൻ നിർബന്ധമായിട്ട് മൺഡേ ജോയിൻ ആയിരിക്കണം, സെമിനാർ കംപ്ലീറ്റ് ആക്കിയിരിക്കണം. ഓക്കെ, ഈ സെമിനാർ വെച്ചോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ മറ്റു പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആക്കണ്ടേ, അടുത്ത ചാപ്റ്റേഴ്സ് ഒക്കെ എടുക്കണമല്ലോ എനിക്ക്. അപ്പൊ മൺഡേ തന്നെ അത് കംപ്ലീറ്റ് ആക്കാം. എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക്? നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ പ്രോപ്പറായിട്ട് എടുക്കാൻ നോക്കാം. ഇവിടെ ഇപ്പൊ ആളില്ലാത്തതുകൊണ്ടാണ് കുട്ടീനെ നോക്കിയിട്ട് എടുക്കാൻ പറ്റാണ്ടായത്. അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്ത ഭാഗങ്ങള് വായിച്ച് മനസ്സിലാക്കാം. ഒരു ഡൗട്ടും ഇല്ലല്ലോ നിങ്ങൾക്ക് ഗ്രൂപ്പ് എടുത്തതില്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ തന്നെ ഫസ്റ്റ് ഗ്രൂപ്പ് നിങ്ങളുടെ അപ്പോ പുറത്ത് നിന്നൊക്കെ നിങ്ങൾ എഴുതിയിരിക്കുന്ന നോട്ടുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ആർക്കെങ്കിലും എഴുതിയെടുക്കാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ നോട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. വെച്ച് പഠിക്കാം. നിങ്ങൾ അന്നന്ന് എടുക്കുന്ന പോർഷൻ അന്നന്ന് തന്നെ പഠിച്ചു വെക്കാം. താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.